ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ടെന്ന് ഹർജി പരിഗണിച്ച ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, കോടതിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ ഒരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നു. മുൻകൂർ ജാമ്യം നൽകുമ്പോൾ എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ഇടക്കാല മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യമാക്കി ഹൈക്കോടതി മാറ്റുകയും ബാലചന്ദ്ര മേനോന്റെ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചെയ്തത്. നേരത്തെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് ആലുവ സ്വദേശിയായ നടിയോട് അപമര്യാദയെ പെരുമാറി ലൈംഗികമായി അതിക്രമത്തിന് വിധേയയാക്കി എന്നതായിരുന്നു നടിയുടെ പരാതി. ഇതനുസരിച്ചാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലാണ് മുൻകൂർ ജാമ്യം നൽകിയത്. നേരത്തെ ഇക്കാര്യത്തിൽ നവംബർ 21 വരെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിൽ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടി നടത്തുന്നതെന്നായിരുന്നു ബാലചന്ദ്ര മേനോന്റെ പ്രധാനപ്പെട്ട വാദവും. നടി മറ്റു പലർക്കെതിരെയും സമാനമായ ആക്ഷേപവും ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത് സംഭവം നടന്നിട്ട് 17 വർഷമായി. അതുകൊണ്ട് തന്നെ ഈ മാത്രമല്ല രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആളാണ് ബാലചന്ദ്ര മേനോൻ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയാണ് ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. ഈ പരാതി കള്ളപ്പരാതിയാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്, അല്ലേ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ പരാതിയിലുള്ള വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരമൊരു പരാമർശം നടത്തുന്നതും ഈ മുൻകൂർ ജാമ്യം തന്നെ നൽകുകയും ചെയ്യുന്നത് ബാലചന്ദ്ര മേനോനെ സംബന്ധിച്ച്. കാരണം ഈ നടി നിരവധിയായ ആളുകൾക്കെതിരെ നേരത്തെ തന്നെ നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതികളിൽ നിന്ന് പലവട്ടം പിന്മാറുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് ഈ നടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് മൊഴികളിൽ പലപ്പോഴും മാധ്യമങ്ങളിലടക്കം നൽകിയ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യത്തോടുകൂടിയാണ് പലപ്പോഴും സംസാരിച്ചിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു വ്യാഖ്യാനത്തെ, കോടതി പറയുന്ന പരാമർശത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധ പരാമർശമായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ ഇത് ആ സാഹചര്യത്തിലല്ല എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബാലചന്ദ്ര മേനോനെതിരെ നൽകിയ പരാതിക്ക് വിശ്വാസ്യതയില്ല, അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് ഹൈക്കോടതി മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 17 വർഷം മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന പരാതിയിന്മേൽ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം, ആദ്യം ഇടക്കാല ജാമ്യം നൽകുന്നതും പിന്നീട് മുൻകൂർ ജാമ്യമാക്കി മാറ്റുകയും ചെയ്തത് ബാലചന്ദ്ര മേനോന് ആശ്വാസകരമാകുന്ന ഒരു നടപടി ഉണ്ടാകുന്നത്. ഒപ്പം ഈ ഉത്തരവിൽ, മുൻകൂർ ജാമ്യം നൽകുന്ന ഉത്തരവിൽ ബാലചന്ദ്ര മേനോന് ആശ്വാസകരമായ ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നത്. ശരി, പുരുഷന്മാർക്കും അന്തസ്സുണ്ട് എന്ന് ഓർക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ലൈംഗികാതിക്രമ പരാതിയിൽ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു ഹൈക്കോടതി.